കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ സമരങ്ങളിലൊന്നായിരുന്നു ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം. 266 ദിവസം. 2025 നവംബർ 1 ആശമാർ ആ സമരം അവസാനിപ്പിച്ചത്. ഇന്ന് ആശാ സമരത്തിന്റെ 1ാം വാർഷികമാണ്. ഇന്ന് ആശമാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. ഓണറേറിയം അത് 21,000 രൂപയാക്കണം. വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കണം. ഇതാണ് ആശമാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ ഉചിതമായ തീരുമാനം എടുക്കണമെന്നാണ് ആശമാരുടെ നിലപാട്. ചെയ്യുന്ന കൂലിക്ക് 21,000 രൂപ അർഹതപ്പെട്ടതാണ്, അത് മനസ്സിലാക്കാം. പക്ഷേ ഈ പ്രതിഷേധമെല്ലാം കേരള സർക്കാരിനോട് മാത്രം എന്തുകൊണ്ടാണ്? ഇന്നത്തെ പ്രൈം സ്റ്റോറി, കേന്ദ്ര സർക്കാരിനോട് ആശമാർക്ക് ഒരു പ്രതിഷേധവുമില്ലേ? പുതുവർഷം തുടങ്ങിയിട്ട് 2026 തുടങ്ങിയിട്ട് 40 ദിവസമായിട്ടേ ഉള്ളൂ. ഈ 40 ദിവസത്തിൽ 2 ബജറ്റ് നമ്മൾ കണ്ടു, കേരള ബജറ്റും കേന്ദ്ര ബജറ്റും. കേരള ബജറ്റിൽ ധനമന്ത്രി KN ബാലഗോപാൽ ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധന വരുത്തും. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധന വരുത്തും. അതിനു മുൻപ്, അതായത് കഴിഞ്ഞ നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപും ആശാ വർക്കർമാർക്ക് 1000 രൂപ കേരള സർക്കാർ കൂട്ടി നൽകിയിരുന്നു. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും. 26,125 പേർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ഈ ഇനത്തിലെ പ്രതിവർഷം 250 കോടി രൂപയാണ് ചെലവാകുന്നത്. അതായത് ആശാ വർക്കർമാർക്ക് പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വർഷം 250 കോടി രൂപയുടെ ചെലവുണ്ടാകും. ഇതേവരെയുള്ള കുടിശ്ശിക മുഴുവൻ നൽകുകയും ചെയ്യും. ഈ 2 പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞപ്പോഴും കിട്ടേണ്ടത് കിട്ടിയില്ല എന്നാണ് SUCI നേതാക്കൾ പറഞ്ഞത്. 265 ദിവസം സമരം ചെയ്തതും 1000 രൂപയ്ക്ക് വേണ്ടിയല്ല. 21,000 രൂപ എന്ന് പറയുന്നത് മിനിമം കൂലി, അത് പട്ടിണിക്കൂലിയാണ്. അത് LDF സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതാണ്. ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം കൂലിയാണ്. അത് നേടിയെടുക്കുന്നത് വരെ സമരവുമായി പോകും. ഈ കേരള സർക്കാർ ആശമാർക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് നമ്മൾ കണ്ടു. ഇനി കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു അതുകൂടി നോക്കാം. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റിൽ ആശാ വർക്കർമാർ എന്ന വാക്ക് പോലും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര ബജറ്റിൽ വട്ടപൂജ്യമാണ് ആശാ വർക്കർമാർക്ക് വേണ്ടി മാറ്റിവെച്ചത്. എന്നിട്ട് ആരെങ്കിലും പ്രതിഷേധിച്ചോ? പ്രതിഷേധം കണ്ടു, കേരളത്തിലല്ല, അങ്ങ് ഗുജറാത്തിലൊക്കെ. അതല്ലാതെ കേരളത്തിൽ ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല, ഇല്ല എന്നാണ് എന്റെ അറിവ്. എന്നിട്ടും ഇത് SUCI നേതാക്കൾ കേരളത്തിലെ സർക്കാരിനാണ് മുന്നറിയിപ്പ് നൽകുന്നത്. പിരിഞ്ഞു പോകുന്ന ആശയ്ക്ക് 20,000 രൂപ ഉണ്ടെന്ന് പറയുന്നു. കടലാസ് ഞങ്ങൾ വിവരാവകാശ പ്രകാരം ചോദിച്ചു, എത്ര പേർക്ക് കൊടുത്തു? മറുപടി ആരും ആവശ്യപ്പെട്ടില്ല, അതുകൊണ്ട് കൊടുത്തില്ലെന്ന്. അങ്ങനെ വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമരം തുടരുകയാണ്. നമ്മുടെ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ നമ്മുടെ സമരം തുടരും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ആശാ വർക്കർമാർക്ക് എന്തുകൊണ്ടാണ് ഓണറേറിയം, എന്തുകൊണ്ടാണ് അവർക്ക് ശമ്പളമല്ലാത്തത്? അതിന് കാരണം ഈ ആശാ വർക്കർമാരെ വേജസ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരെ സന്നദ്ധ പ്രവർത്തകരായാണ് കണക്കാക്കുന്നത്. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ കേരള സർക്കാരിന്റെ പങ്കും കേന്ദ്ര സർക്കാരിന്റെ പങ്കും എത്രയാണ്? നമ്മൾ വിശദമായി അത് പരിശോധിക്കാൻ പോവുകയാണ്. അതായത് സംസ്ഥാന സർക്കാർ ആശാ പ്രവർത്തകർക്ക് നൽകുന്ന ഓണറേറിയം അത് 9,000 രൂപയാണ്. ഇതിൽ 8,000 രൂപ ഇപ്പോൾ അവരുടെ 8,000 രൂപ അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഇത് 9,000, അതായത് ബജറ്റിൽ പ്രഖ്യാപിച്ച 1000 രൂപ, അത് ഏപ്രിലോട് കൂടി അവരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. ഈ പറയുന്ന 9,000 രൂപ അത് 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ആശാ പ്രവർത്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് മാത്രമല്ല, ഒരു നിശ്ചിത ഇൻസെന്റീവ് ഉണ്ട്, അത് 3,000 രൂപയാണ്. ഈ നിശ്ചിത ഇൻസെന്റീവ് എന്ന് പറയുന്നത് അതിൽ കേരളമാണ് ഇത് നൽകുന്നത്. കേരളത്തിലെ പങ്കെന്ന് പറയുന്നത് 40%, കേന്ദ്രത്തിന്റെ പങ്കെന്ന് പറയുന്നത് 60%. അപ്പോൾ 3,000ന്റെ 60% എന്ന് പറഞ്ഞാൽ 1,800 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. കേരളം 40% എന്ന് പറയുമ്പോൾ 1,200 രൂപ. ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ കുറെ കാലമായി ഇതുകൂടി കേരളമാണ് നൽകുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കടമായി നിൽക്കുകയാണ് എന്നുള്ള
പരാതി കൂടിയുണ്ട്. ഇത് മാത്രമല്ല, ഈ സേവനത്തിന് വിവിധ സ്കീമുകളിലായി 3000 രൂപ കൂടി ആശമാർക്ക് ലഭിക്കുന്നുണ്ട്. ഫോൺ അലവൻസ് 200 രൂപയും. ഇതിൽ നമ്മൾ പറയുന്നത് പോലെ കേന്ദ്രം നൽകുന്നത് എത്രയാണ്, കേരളം നൽകുന്നത് എത്രയാണെന്ന് ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയും മതിയോ ആശാ പ്രവർത്തകർക്കെന്ന് ചോദിച്ചാൽ പോരാ എന്ന് തന്നെയാണ് അഭിപ്രായം. അതിലൊരു സംശയവുമില്ല. പക്ഷേ കേരളത്തോട് ചോദിക്കുന്നത് പോലെ കേന്ദ്രത്തോടും ചോദിക്കേണ്ടതല്ലേ? വിമാനമിറങ്ങി നേരെ സമരപന്തലിലേക്ക് വന്ന സുരേഷ് ഗോപിയോട്, കേന്ദ്രമന്ത്രിയോട് എന്തായി താങ്കളുടെ വാക്കെന്ന് ചോദിക്കണം. അതല്ല എങ്കിൽ, ചോദിച്ചില്ലെങ്കിൽ പെരുവെയിലും പേമാരിയിലും നിങ്ങൾ ഇരുന്ന ഇരുത്തം അത് രാഷ്ട്രീയമെന്ന് കേരളം പറയും.